1/2 കിലോമീറ്റർ ബാക്കിലായിട്ടാ പള്ളിയുടെ നമ്മൾ വണ്ടി ഇട്ടേക്കണത്. അല്ലെങ്കിൽ നമുക്ക് അങ്ങ് പോവാൻ പറ്റൂല. ഈ വർഷം ഞാൻ കണ്ടതിൽ വെച്ച് അതിമനോഹരമായ പുൽക്കൂടാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. എന്താവശ്യത്തിനുള്ള ചെരുപ്പൊന്നും കാണാനില്ലേ? നമുക്ക് സ്റ്റാറിന്റെ അടുത്ത് തന്നെ ഒന്ന് വീഡിയോ എടുക്കാലോ. അതെ 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 അതെ. ഇപ്പൊ ഞങ്ങള് നമ്മുടെ പള്ളിയിലെ ജൂബിലി സ്മരണ പെരുന്നാള് കൊണ്ടാടിക്കൊണ്ടിരിക്കുക. ഇന്ന് 20-ാം തീയതി നൈറ്റില് നമ്മള് അത് പങ്കെടുക്കാനായിട്ട് പോവുക. പ്രദക്ഷിണമൊക്കെ 8:30 ആകുമ്പോഴത്തേക്കും വരും വെട്ടിക്കാന്നുള്ളത് എന്നാണ് പ്രതീക്ഷ. അപ്പൊ അത് കണ്ട് മടങ്ങാന്നുള്ള ഇതിലിരിക്കുക. ജനങ്ങളുടെ ഇടികൊണ്ട് എന്താവും അറിയില്ല. ഏതായാലും ഇടവപ്പള്ളിയല്ലേ പോയേ പറ്റുള്ളൂ. പോയി വരട്ടെ കേട്ടോ. പോയി വരാം. ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഫുൾ റെഡ് ആൻഡ് ഗ്രീൻ തീമാണ് ഞാൻ ഇട്ടേക്കുന്നത്. പിന്നെ കരോള് വരുമ്പോഴൊക്കെ എടുക്കാം. അതെ 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 അതെ. കണ്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് തെളിഞ്ഞിട്ടില്ലല്ലോ, പുൽക്കൂട് തെളിഞ്ഞില്ല. അത് തിരിച്ചു വരുമ്പോ നോക്കാം. അത് ഇത്തിരി ലൂസ് കോണ്ടാക്ട് ഉണ്ടായിരുന്നു, അതിന് കേറാം. ഇപ്പൊ വണ്ടി ലോക്ക് ചെയ്യണം. 1/2 കിലോമീറ്റർ ബാക്കിലായിട്ടാ പള്ളിയുടെ നമ്മൾ വണ്ടി ഇട്ടേക്കണത്. അല്ലെങ്കിൽ നമുക്ക് അങ്ങ് പോവാൻ പറ്റൂല. കാരണം കാറിന് പോകുന്നില്ലെങ്കിൽ പിന്നെ വൈകും പോകുമ്പോ. അപ്പൊ സ്കൂട്ടറിൽ വേണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് 2 ട്രിപ്പായിട്ട് ഇറങ്ങാൻ. വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് 1 by 1 ആയിട്ട് ഫ്രണ്ടിൽ വണ്ടികൾ കിടപ്പുണ്ട് ഇഷ്ടം പോലെ. നമുക്ക് പതുക്കെ നടന്നു പോകാം. പള്ളിയിൽ കയറി പണം വെച്ച് പ്രാർത്ഥിച്ചിട്ട് എടുക്കാൻ പറ്റുന്ന പടങ്ങളൊക്കെ എടുക്കാം കേട്ടോ. പോവാം. നടന്നോളൂ. ഇന്ന് ഡിസംബർ 20-ാം തീയതി സൺഡേ അല്ല 20-ാം തീയതി രാത്രിയാട്ടോ ഞങ്ങൾ എടുക്കണത്. ഇത് എന്നാ വന്നേന്നറിയില്ല വീഡിയോ. ഓക്കെ, ഡിപ്പെൻസ് ഓൺ സാഹചര്യങ്ങൾ. നടന്നോ. അപ്പൊ ലോക്ക് ചെയ്തില്ല, നമ്മൾ ലൈനായിട്ട് നടക്കാം. നേരെ പോകാൻ പറ്റില്ല. ഇതൊക്കെ നല്ലത്. സ്ഥലത്ത് പതുക്കെ എത്തിക്കൊണ്ടിരിക്കുവാണ് നടന്ന്. മുമ്പിൽ പോവാ. റോഡ് ക്രോസ് ചെയ്യാൻ വരെ പാടാം. ഭയങ്കര തിരക്കാണ്. നല്ല ഫ്രൂട്ട്സ്, ഫ്രഷ് ഫ്രൂട്ട്സ്. മുളന്തുരുത്തി പ്രദേശത്തെ തന്നെ വളരെ പ്രശസ്തമായ ഒരു പെരുന്നാളാണ്. എല്ലാ വർഷവും ഡിസംബർ മാസം 18 മുതൽ 21 വരെ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയായി കൊണ്ടാടുന്ന ജൂബിലി സ്മരണ പെരുന്നാൾ. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ കുന്തത്താൽ കുത്തേറ്റ് രക്തസാക്ഷിയായതിൻ്റെ ഓർമ്മ പുതുക്കിയാണ് എല്ലാ വർഷവും ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത്. എൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നതും ഈ പെരുന്നാളിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ഇതൊക്കെ തന്നെ വഴിനീളെയുള്ള പെട്ടിക്കടക്കാർ. കപ്പലണ്ടി അമ്മയുടെ ഒരു വീക്ക്നെസ്സാണ്, എവിടെ പോയാലും വാങ്ങും. അതുകൊണ്ട് ഇപ്പം കപ്പലണ്ടി കാണുമ്പോൾ ഞാൻ ഓർക്കണത് അമ്മേനെയാണ്. തിരിച്ച് എന്നാ ഈ വഴി പോവാന്ന അപ്പ പറഞ്ഞു, ആ വഴി. കോണുണ്ടോ അവിടെ? കോണുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അല്ല, കോണുണ്ടോ അറിയില്ല. അമ്മയുടെ ഫേവറേറ്റാ. ഈ കപ്പ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഈ കപ്പ് നല്ല ഭംഗിയാണ് കാണാൻ. പണ്ട് ഹൈഡ്രജൻ ബലൂണിന് പകരം ഇന്ന് വന്നിരിക്കുന്ന, പണ്ട് ഇതിന് പകരം ഹൈഡ്രജൻ ബലൂണായിരുന്നു.
ദേ നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്, നല്ല ഭംഗി. പണ്ട് എന്തോരം നമ്മൾ മേടിച്ചേക്കണേ. അതെ 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 അതെ, അന്നത് ഭയങ്കര അഹങ്കാര, ഹൈഡ്രജൻ ബലൂൺ കിട്ടാന്നുള്ളത്. മാറി നടന്നോട്ടോ. ഇതെന്താ പോലീസ് സാധനം? തലയിലിടണ, തലയിൽ. ആ ഇത് നല്ല രസം. പണ്ട് നമ്മള് മേടിക്കാറില്ലേ ഈ സാധനം? ഇതേ കൂടെ പൊട്ടി കയറി പോണ്. ഇപ്പോഴും എന്റെ മുറിയിൽ ഇരിപ്പുണ്ട് ഇത്. ഞാൻ പൊട്ടിയ പണി പാളി. അപ്പയുടെ പരിചയത്തിലുള്ള ചേട്ടന്റെ കട ടീ കാർപ്പൻ്റോ. ആ ആ കാർപ്പൻ്റർ. ആ ഡെക്കറേഷൻ നല്ല ഭംഗി കേട്ടോ, ഡെക്കറേഷൻ നല്ല രസമുണ്ട് കാണാൻ. അതെ. കരിമ്പ് കരിമ്പ്. ഓർത്തഡോക്സ് സെൻറ്ററിൻ്റെ ഡെക്കറേഷനാണ് എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ലൈറ്റ്സ് ഒക്കെ ഇട്ട്, എന്നാൽ നമ്മളൊന്നും അറിയാതെ നോക്കി നിന്ന് പോകുന്ന മനോഹാരിതയും അതിനുണ്ടായിരുന്നു. ഇതെന്താണെന്ന് എനിക്ക് വലിയ പിടിയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. കുറേ പച്ചക്കറികളൊക്കെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അങ്ങനെ കണ്ടിട്ടുള്ളതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എത്ര എടുത്തിട്ട് ഞാൻ വീണ്ടും ക്യാമറ ആ സിംപ്ലിസിറ്റിയിലേക്ക് തന്നെ കൊണ്ടുപോവാണ്. സിമ്പിൾ ബട്ട് എലഗൻറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതന്നെ ഉദാഹരണം. കണ്ടോ എന്ത് ഭംഗിയാ. ഓരോ വർഷം കഴിയുന്തോറും കാലത്തിനനുസരിച്ചുള്ള പുതുമയും വ്യത്യസ്തതയും കൊണ്ടുവരുന്ന തരത്തിലുള്ളതാണ് എപ്പോഴും മുളന്തുരുത്തി പള്ളിയുടെ ഡെക്കറേഷന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. കാരണം കുറച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുകയെ. ഇത്തിരി നേരം ഒന്ന് ഡെക്കറേഷൻ ഒന്ന് കണ്ടു നോക്കിയേ. ഏതൊക്കെ ചിത്രങ്ങളാണ് പല നിറത്തിലും വർണ്ണത്തിലുമുള്ള ബൾബുകളായി സമന്വയിച്ച് തെളിഞ്ഞു വരുന്നത് നോക്കിയേ. ശരിക്കും അതൊരു വലിയ ക്രിയേറ്റിവിറ്റിയുടെ ഭാഗം തന്നെയല്ലേ. ഈ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നവർ ശരിക്കും അഭിനന്ദനം അർഹിക്കുന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഞങ്ങളത് കാണാനായിട്ടും ക്യാമറയിൽ ഒപ്പിയെടുക്കാനായിട്ടും കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ. എല്ലാം ഒന്നും എടുക്കാൻ സാധിച്ചില്ല, കാരണം ഒത്തിരി ടൈം ആകും. അതുകൊണ്ടാണ് കുറച്ചെടുത്തത് നിങ്ങളെയും ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഈ പെരുന്നാൾ കൂടാൻ സാധിക്കാത്തവർക്കും ഒരു ഫെസ്റ്റിവൽ വൈബ് കിട്ടാനായിട്ടും എല്ലാവർക്കും പെരുന്നാളിൽ പങ്കെടുത്തു എന്നൊരു ഫീല് കിട്ടാനായിട്ടുമാണ് ഞാനിത് എടുത്തത് കേട്ടോ. മാറി മാറി വരുന്ന ഓരോ ഡെക്കറേഷനും ഓരോ പ്രത്യേകതയും ഭംഗിയും ഉണ്ടായിരുന്നു എന്നതിൽ യാതൊരു സംശയമില്ല കേട്ടോ. ഞാനും അപ്പയും ഓരോന്ന് കണ്ടിട്ട് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളെ കണ്ട ഒത്തിരി സന്തോഷത്തോടുകൂടി രണ്ട് ചേച്ചിമാരും ഒരു മോനും ഒക്കെ കാണാൻ വന്നു. ഒരുപാട് സന്തോഷമായിട്ട് ഒത്തിരി വർത്താനം പറഞ്ഞു കേട്ടോ. ഓക്കെ ഇലുമിനേഷന് വേണ്ടി തന്നെയുള്ള ഇലുമിനേഷൻ പോലെ. ഇത് വളരെ സിമ്പിളായി. ഈ കത്തി വല്ലതും മേടിച്ച് നോക്കാം. ഇത് നല്ല രസമുണ്ട്. രസമല്ലേ, തീ പോലത്തെ സാധനം.
കാലം അത് രോഗം ഇനിയെല്ലാം അതിൻ്റെ ബിഷപ്സിൻ്റെയാണ്. അപ്പോൾ അവിടെ കട അടയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് സാധനങ്ങൾ എമർജൻസി ആയിട്ട് മേടിക്കാനുണ്ടായിരുന്നു. അത് മേടിക്കാനുള്ള എന്തൊക്കെയാണെന്ന് അമ്മയോട് ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് അപ്പോൾ ഇതെല്ലാം വാങ്ങി അവിടെ വെക്കാമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കട അടച്ചു പോകുമെന്ന് പറഞ്ഞേ. അതാണ് സംഭവം. അപ്പോൾ ഡെക്കറേഷനൊക്കെ കുറേ നേരം കണ്ടു നിന്നതിന് ശേഷം അപ്പോൾ കടയിലൊന്ന് കയറിയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പള്ളിയിലൊന്ന് കയറി പ്രാർത്ഥിച്ച പിന്നെ സെമിത്തേരിയിലൊക്കെ ഒന്ന് പോകാനുണ്ടായിരുന്നു. അവിടെയൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറുവാണേ. അപ്പോൾ അതാണ് സംഭവം. അപ്പം ഞങ്ങൾ പള്ളിക്കകത്ത് കയറാനായിട്ട് ഇതേ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ബിജു ചാച്ചനെ കണ്ടത്. ബിജു ചാച്ചനെ എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ വീഡിയോയിൽ പലതവണ വന്നിട്ടുണ്ട്. എൻ്റെ കസിൻ ബ്രദറാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്നൊന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിനി വേഗം അകത്തേക്ക് കയറുവാണ്. അകത്ത് നല്ല തിരക്കുണ്ട്, പക്ഷേ എന്നാലും നമുക്ക് പള്ളിയിൽ കയറി നമുക്ക് പ്രാർത്ഥിക്കണമല്ലോ. കേരളത്തിൽ തന്നെ പുരാതനമായ പള്ളികളിൽ ഒന്നായ സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് സിറിയൻ കത്തീഡ്രൽ എന്ന മുളന്തുരുത്തി പള്ളി എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. AD 16-ാം സെഞ്ചുറിയിൽ മോഡിഫൈ ചെയ്യപ്പെട്ടു എന്ന് കരുതുന്ന മുളന്തുരുത്തി പള്ളിയുടെ ആർക്കിടെക്ചർ അതിമനോഹരമായി രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പള്ളിയുടെ അൾത്താരയിലെ കൊത്തുപണികളും ചരിത്രങ്ങൾ പറയുന്ന ചുവർ ചിത്രങ്ങളും എല്ലാം തന്നെ അതിനുദാഹരണങ്ങളാണ്. അപ്പോൾ പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പിന്നെ സെമിത്തേരിയിൽ പോയി തിരി കത്തിച്ച് പ്രാർത്ഥിക്കും കേട്ടോ. അവിടെയാണല്ലോ നമ്മുടെ പൂർവികരെ അടക്കം ചെയ്തിട്ടുള്ളത്. ദേ സെമിത്തേരിയിലേക്കുള്ള വഴിയാണിത്. ഇവിടെ കണ്ടോ, നല്ല ചിത്രശലഭങ്ങളുടെ രീതിയിലെ ലൈറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്കത് ഇഷ്ടപ്പെട്ടു. അതുപോലെ ആ സെമിത്തേരിയുടെ കവാടവും നല്ലോണം ലൈറ്റ്സ് ഒക്കെ ഇട്ട് നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ സെമിത്തേരിയിലേക്കുള്ള കവാടം ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, അതുകൊണ്ട് ലൈറ്റ്സ് ഒക്കെ ഇട്ടത് കാരണേ. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ വരുമ്പോൾ എപ്പോഴും ഇവിടെ വന്ന് തിരി കത്തിക്കണമെന്ന് അമ്മ എപ്പോഴും നിർബന്ധമായിട്ട് പറയൂ കേട്ടോ. നമ്മുടെ കാരണവന്മാരെ അടക്കം ചെയ്തിരിക്കുന്നതല്ലേ,
അപ്പോൾ പിന്നെ നമുക്കിവിടെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അവരെ കണ്ട് അവരോട് സംസാരിച്ച് അവർക്ക് തിരി കത്തിച്ച് ഒക്കെ നമുക്ക് പോകാതിരിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ലല്ലോ. പല വർണ്ണങ്ങളിലുള്ള ലൈറ്റുകളും ബൾബുകളും ഒക്കെ ഇട്ട് അവരും ഉറങ്ങുന്ന സ്ഥലം പ്രകാശപൂരിതമാക്കിയിട്ടുണ്ട് എന്ന് പറയായിരുന്നു കേട്ടോ. നമ്മുടെ പ്രദക്ഷിണത്തിന് പോയി വരുന്നവർക്ക് ഫുഡ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ അതിമനോഹരമായ ഒരു കാഴ്ച ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ഈ വർഷം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പുൽക്കൂടിൻ്റെ ഡെക്കറേഷനാണിത് കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഇതിലൊരു വലിയ ക്രിയേറ്റിവിറ്റി ഉണ്ട്. ഇത് കിണറാണ്. കിണറിൻ്റെ മുകളിൽ നെറ്റൊക്കെ ഇട്ടിട്ട് അതിമനോഹരമായിട്ടാണ് ഈ പുൽക്കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ. അതിൻ്റെ ഓരോ രൂപങ്ങളും വെച്ചിരിക്കുന്നതിൽ തന്നെ അതിലൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടായിരുന്നു. ഞാനത് കുറേ നേരം നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അതേ കണ്ടോ, തിരക്ക് കണ്ടോ. 20-ാം തീയതിയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് എന്ന് സാധാരണ എല്ലാ വർഷങ്ങളിലും അങ്ങനെയാണ് കേട്ടോ. 20-ാം തീയതി ഭയങ്കര തിരക്കായിരിക്കും. കാരണം അന്ന് ആണല്ലോ, ആ ദിവസം നൈറ്റിലാണ് പെരുന്നാൾ തീരുന്നത്. പിന്നെ 21-ാം തീയതി കൂടിയുണ്ട്, അത് ഡേ ടൈമിലേ ഉണ്ടാകാറുള്ളൂ. പക്ഷേ 20-ാം തീയതിയാണ് ലാസ്റ്റ് നൈറ്റ് പെരുന്നാൾ തീരുന്നത് കേട്ടോ. അപ്പോൾ അന്ന് നല്ല തിരക്കായിരിക്കും. അപ്പോൾ അന്ന് തന്നെ വന്നത് കാരണം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അമ്മയുടെ ക്യാമറയിലേക്ക് നോക്കാൻ പറയുകയാണ്. അപ്പോൾ അമ്മ പറയുകയാണ് സാന്റാക്ലോസിൻ്റെ പല വർണ്ണങ്ങളിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡെക്കറേഷൻ ഇലുമിനേഷനിലുണ്ടായിരുന്നു. അത് പക്ഷെ നമുക്ക് പകർത്താൻ പറ്റിയില്ല, ഒറ്റ തവണയാട്ടോ കാണാൻ പറ്റുള്ളൂ. അത് നല്ല രസമായിരുന്നു. അത് ഇനിയും വരണ്ടോ എന്ന് അമ്മ നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഓർത്തഡോക്സ് സെൻറ്ററിലേക്ക് പോയി. അവിടെയും ഒരു പ്രത്യേക ഫീലാണ്. ലൈറ്റൊക്കെ കൊണ്ട് നല്ല രസമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ലൈറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്യണമെന്നുള്ളത് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും നമുക്ക് പള്ളി കയറി നമുക്ക് പ്രാർത്ഥിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളവിടെ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ പരുമല തിരുമേനിയുടെ സ്മൃതി മണ്ഡപത്തിലേക്ക് പോകുകയാണ്. അവിടെയും ഞങ്ങൾ കുറച്ച് നേരം നിന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടുത്തെ ജസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അവിടെ ചുവരിൽ കൊടുത്തിരിക്കുന്ന ഈ ചിത്രങ്ങളിലെ ഓരോ സന്ദർഭത്തിനും ഓരോ ചരിത്രങ്ങളുണ്ട് കേട്ടോ. എനിക്കറിയാവുന്നത് ഞാനൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാം. ഇത് കുറിച്ചി പള്ളി വികാരിക്ക് തൈലാഭിഷേകം കൊടുക്കാനായി കായൽ മാർഗം വള്ളത്തിൽ യാത്ര ചെയ്ത പരുമല തിരുമേനി പെട്ടെന്നുണ്ടായ പ്രകൃതിക്ഷോഭത്തെ തൻ്റെ സ്ലീബായാൽ ശാന്തമാക്കുകയുണ്ടായ ഒരു സന്ദർഭമാണ് ഇവിടെ ചിത്രീകരണത്തിലൂടെ കാണിച്ചിരിക്കുന്നത്. തിരുമേനിയുടെ ഫോട്ടോ പകർത്താനായി ചെന്ന ഡിക്രൂസ് സാഹിബിന് വെളിച്ചക്കൂടുതൽ കാരണം ഫോട്ടോ എടുക്കാനായി ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഉദിച്ചു നിന്ന സൂര്യനെ തിരുമേനി തന്റെ സ്ലീബ ഉയർത്തി സൂര്യനെ മറയ്ക്കുകയും ഒരു നിമിഷത്തേക്ക് ഫോട്ടോ എടുക്കാനുള്ള മതിയായ വെളിച്ചം ശരിയാക്കി നൽകുകയും ചെയ്ത ഒരു സന്ദർഭമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. കാൽമുട്ടിന് താഴെ അസുഖം ബാധിച്ചിരുന്ന ഒരു സ്ത്രീയുടെ കാലുകൾക്ക് തിരുമേനി പ്രാർത്ഥിച്ച് രോഗശാന്തി നൽകുന്നതാണ് ഈ ചിത്രത്തിലൂടെ വെളിവാക്കുന്നത്. ശ്വാസം നിലച്ചുപോയ ഒരു കുഞ്ഞിന് തിരുമേനി തൻ്റെ സ്ലീബ കൊണ്ട് പ്രാർത്ഥിച്ച് ശ്വാസം നൽകുകയും കുഞ്ഞിനെ ഉയർപ്പിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണിത്. മാവിൻ ചുവട്ടിൽ വികാരിയുമൊത്ത് പഴഞ്ഞിപ്പള്ളിയിൽ വിശ്രമിച്ചു കൊണ്ടിരുന്ന പരുമല തിരുമേനിക്ക് മാമ്പഴം കഴിക്കണമെന്ന ആഗ്രഹം വന്നപ്പോൾ മാവ് ഒരു കൊമ്പ് നിറയെ മാമ്പഴവും കണ്ണിമാങ്ങയും എല്ലാം നൽകി തിരുമേനിക്ക് ആഗ്രഹ സാഫല്യമുണ്ടായ ഒരു സന്ദർഭത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സന്ദർഭങ്ങളാണ് ഇവിടെ ചുവരിൽ ചിത്രീകരണത്തിലൂടെ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങളവിടെ പ്രാർത്ഥിച്ച് ഇറങ്ങി. കണ്ടോ, അവിടെയും ലൈറ്റ്സ്, അവിടെ ഭയങ്കര സിംപ്ലിസിറ്റി ആയിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റ്സ് എല്ലാം നല്ല സിമ്പിളായിട്ട് ബട്ട് എലഗൻസിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ്. അപ്പോൾ ഇനി കണ്ടോ, ഞങ്ങൾ കൈയൊക്കെ കാണിച്ചാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇനി അമ്മയുടെ നൊസ്റ്റാൾജിയ പകർത്താനായിട്ട് പോകാൻ കേട്ടോ. അതേ പോപ്കോൺ ഇങ്ങനെ ഉണ്ടായവനുണ്ടോ, നല്ല രസമല്ലേ അത് കാണാനായിട്ട്. അമ്മയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഹരാണ് കേട്ടോ. എനിക്ക് ഹൈഡ്രജൻ ബലൂണിലൊരു കണ്ണുണ്ടായിരുന്നു, പിന്നെ വേണ്ടാന്ന് വെച്ചു. വെറുതെ എന്തിനാ, ഒരു ദിവസമൊക്കെ അല്ലെങ്കിൽ 2 ദിവസമൊക്കെ നിൽക്കുമെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഞങ്ങളുടെ ഫാമിലി കസിൻസ് ആണ് കേട്ടോ. ഞങ്ങൾ കസിൻസ് ആണ്, പ്രവീൺ ചേട്ടൻ ആൻഡ് ഫാമിലി. അതെ അതെ. ഞങ്ങള് തിരുവനന്തപുരം
ഇതുമല്ല ഞാൻ പറഞ്ഞു പ്രവീണായിരിക്കും ഞാൻ അവളോട് കുറേ കത്തി വെച്ചിട്ട് പാരോളം പോട്ടെ. ഇതൊരു പുതിയ സാധനം കേട്ടോ, പുതിയ സാധനം ഫ്ലവേഴ്സ്, നല്ല ഭംഗി. അരിപ്പുണ്ട്. സമയം എത്രയായി ഇപ്പൊ? 8:45. വേണോ? വേണ്ട, അപ്പഴേ അവിടെ നിൽപ്പണ്ട. ഐസ്ക്രീം വേണ്ട. ബാ. നാടൻ മേടിക്കണം. എല്ലാം പിടിക്കണ്ട, ഉരുനാട് മേടിക്കണം എനിക്ക്. ഇവിടുന്ന് പയറ് മേടിച്ചു. നമുക്ക് നമുക്ക് ഉരുനാട് മേടിക്കണം അവിടുന്ന്. പോകാം. ഓ, കരിപ്പെട്ടി ശർക്കരയാണോ അത്? ഇത് പനങ്കൽക്കണ്ടായിരിക്കും. മറ്റേതന്നെ വെള്ള ശർക്കരയാണോ? മുത്തുപഴ്സ് വേണം, മുത്തുപഴ്സ്. വേണ്ട, അതുണ്ട് എനിക്ക്. ഉഴുന്നാട. ഇതൊരു പുതിയ സാധനമാണല്ലോ, കണ്ടിട്ടില്ല. മേടിച്ചു. കപ്പ് പോലത്തെ എന്താ ആവശ്യത്തിനുള്ളതാ? എന്താ ആവശ്യത്തിനുള്ളതാ? എണ്ണ ഒഴിച്ചൊക്കെ നമ്മുടെ ഒരു കുളവൊന്ന് പോയില്ലേ, ഇതെടുക്കട്ടെ. അതെടുത്തോ. പക്ഷെ ഇത് സ്റ്റിക്കറാണ്. അത് സ്റ്റിക്കറാ? ഇത് ഭംഗിയാണ്. ഇതിനും ഹാൻഡിൽ അറിയാമല്ലോ, ഇതിന്റെ ഹാൻഡിൽ. ഇതെടുക്കാം, ഇഷ്ടമുള്ളത് എടുത്തോ. 30 ഇതെടുക്കാം. ആ പോയതും ജൽദി പറ്റിയില്ല. പോകാം. നല്ല സാധനം. നാളെ ഒന്ന് വരും. പകല് വന്നുണ്ട്. പകല് വന്നാലേ ശരിക്കും നോക്കാൻ പറ്റുള്ളൂ. അന്നേരം ഇത്രയും തിരക്കുണ്ടാവില്ല. ഒരു 3 മണി കഴിയുമ്പോൾ വരാം. അതെ, ഓക്കെ. അന്നേരം ഞാനുണ്ടാവില്ല കേട്ടോ. ഉണ്ടാവില്ല, വീഡിയോ എടുക്കാൻ ആളുണ്ടാവില്ല. അതെ, ഞാനുണ്ടാവും. വീഡിയോ അല്ലെങ്കിലും രാത്രിയാ രസം. അപ്പയ്ക്ക് പെട്ടിക്കടക്കാരിലൊന്നും വലിയ കമ്പയില്ലാത്ത കാരണം ഞങ്ങൾ ഓരോ സ്ഥലത്തും ചെന്ന് കഴിഞ്ഞാൽ ഓരോന്നൊക്കെ നോക്കി നിൽക്കും കേട്ടോ. അപ്പം അതുകൊണ്ട് അപ്പ അവിടെ താഴെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ശരി ശരി. ഞങ്ങളെ ഫ്രൂട്ട്സ് മേടിക്കണ കടയാ. ശരി. അങ്ങനെ ഞങ്ങള് ഈ വർഷത്തെ 2023 ജൂബിലി പെരുന്നാൾ കഴിഞ്ഞ് വന്നേക്കുവാണ്. അപ്പ കയറി വന്നുണ്ട്. രാത്രി 9:30 നെസ്റ്റ് മേടിച്ചിട്ടുണ്ട്. ഉഴുന്നാട പിന്നെ പേഴ്സാ. പിന്നെ ഒരു ഇത് മേടിക്കാന്ന് ഓർത്തിട്ട് തണുപ്പായി കൊണ്ട് മേടിച്ചില്ല. പീനട്ട്. പിന്നെ എൻ്റെ ഒരു കപ്പ് കൊണ്ട്
ഹാൻഡില് പോയില്ലേ, വെൽഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞ്. അതെ, അത് വേറെ ഒരെണ്ണം മേടിച്ചു. പിന്നെ നാളെ ഞാനൊന്ന് പോണുണ്ട് പകല്. അപ്പൊ കുറച്ച് സാധനം മേടിക്കണം, നിങ്ങളെ പിന്നെ കാണിച്ചു തരാം. ഉണ്ടാവൂല, പക്ഷെ മേടിക്കുന്ന സാധനങ്ങൾ ഇവിടെ വെച്ച് ഇവിടെ കൊണ്ട് പടയെടുപ്പിച്ച് കാണിക്കാം കേട്ടോ. ഓക്കെ, അത്രയുള്ള വിശേഷങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഞങ്ങളുടെ കൂടെ വന്ന് എൻജോയ് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ അന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ ക്ഷീണിച്ചു. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.